അവളുടെ അവൾക്ക് അത്ര വേദന ഒന്നും ഇല്ലാതെ തോന്നണു. കഴിഞ്ഞ മാസം പീരീഡ്സ് വന്നപ്പോൾ അവൾ ഇത്രയും കരയുന്ന കണ്ടില്ലല്ലോ. ഈ മാസം ലീവ് എടുക്കാനാന്ന് തോന്നണു അല്ലേ? എൻ്റെ കൊച്ചിന് കണ്ടില്ലേ, പീരീഡ്സ് ആയ ഒരു വേദനയില്ല. ഇനി ഇവക്ക് മാത്രം എന്താ ഇത്ര വേദന? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? തലയിൽ കുറച്ചെങ്കിലും വെളിച്ചം വീഴാത്തവര്? എനിക്ക് തോന്നണേ പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും കുറച്ച് പേരുണ്ടെന്ന് തോന്നണു. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ചിലർക്കെങ്കിലും ഒരു വിചാരമുണ്ട് പീരീഡ്സിൻ്റെ പെയിന് എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. ഇത്രയും എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. പിന്നെ പലപ്പോഴും പക്ഷേ എന്നൊക്കെ അറിയുന്നവരാണെങ്കിൽ പോലും ചില സമയമുണ്ടല്ലോ ഇതിനെ ഭയങ്കര അങ്ങ് സില്ലിയാക്കി കളയും. ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യമാണ് പറയണേ. ചിലർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. നിനക്കെന്താ ഇത്ര വേദന, നിനക്കെന്താ ഇങ്ങനെ, നിനക്ക് മാത്രമുള്ളോ ഇത്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കേട്ടോ. ചില സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് പെണ്ണുങ്ങൾ തന്നെ, അതായത് സ്ത്രീകൾ തന്നെ മറ്റൊരു ആൾക്ക് ഈ പീരീഡ്സിൻ്റെ പെയിൻ എന്ന് പറയുന്നത് കള്ളത്തരമാണെന്ന് പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ പീരീഡ്സിൻ്റെ പെയിൻ ഒരിക്കലും കുറച്ച് കാണരുത്. അവർ ആ ടൈമിൽ മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഡാമേജ്ഡാണ്. ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഈ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കളിയാണ്. അങ്ങനെ അല്ല കേട്ടോ, നമുക്ക് മൈൻഡ് പോയി കിടക്കുന്നൊരു സംഭവമാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇതിനെക്കുറിച്ചൊരു ഭയങ്കരമായിട്ടുള്ള ബോധമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ തുറന്ന് പറയാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു ലീവ് വേണം, ഇതാണ് റീസൺ എന്ന് പറയാൻ മടിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, എല്ലായിടത്തും ആ 1% ആൾക്കാർ മതി പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1%നോടാണ് ഞാൻ പറയണേ, എല്ലാവരുടെയും പെയിൻ വ്യത്യാസമാണ്. നിങ്ങളുടെ പെയിൻ അല്ല അവരുടെ പെയിന്. വെറുതെ എൻ്റെ പെയിൻ, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഓടി നടക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ജഡ്ജ് ചെയ്ത് അവർ ദേഷ്യം പിടിച്ച് കലങ്ങിയിരിക്കുന്ന സമയത്ത് പോയിട്ട് അടി മേടിക്കാതിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് ലവിങ് ആൻഡ് കെയറിങ് പാർട്ട്നേഴ്സിൻ്റെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ചധികം സ്നേഹിക്കുക. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുക. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊന്നും വേണമെന്നൊന്നും ഞാൻ പറയില്ല. നെവർ എവർ കമ്പയർ പീരീഡ്സ് പെയിൻ. എല്ലാവർക്കും അത് വ്യത്യസ്തമാണ് കേട്ടോ. എപ്പോഴും അത് മൈൻഡിൽ വെക്കുക. ചിലർക്ക് 1 ദിവസമായിരിക്കും, ചിലർക്ക് 7 ദിവസമായിരിക്കും. അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പോവരുത് പ്ലീസ്.